ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 5 ശ്ലോകം 10. ഈ 5ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം. പഞ്ചഭൂതങ്ങളും 14 ദേവന്മാരും 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയങ്ങളും 4 അന്ധക്കരണ വൃത്തികളും അവയുടെ തത്വങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ അവയ്ക്കൊന്നും സ്വയം പ്രവർത്തിക്കാൻ ശക്തിയുണ്ടായില്ല. അതുകൊണ്ട് ഭഗവാൻ ശക്തിയായിട്ട് അവയിലൊക്കെ പ്രവേശിച്ചു. അങ്ങനെ സ്വർണ്ണമയമായിട്ടുള്ള ഒരു അണ്ഡം, ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഭഗവാന്റെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ആ അണ്ഡം അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡം കാരണജലത്തിൽ 1000 ദിവ്യ സംവത്സരങ്ങൾ കിടന്നു. പിന്നെ ആ അണ്ഡം 14 ഭുവനങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ആ 14 ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന അത്യത്ഭുതകരമായിട്ടുള്ള സകല ജീവികളുടെയും സ്വരൂപം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള രൂപമായി ഭഗവാൻ. അതിനെയാണ് വിരാട് സ്വരൂപം എന്ന് പറയുന്നത് എന്നാണ് ഈ ശ്ലോകം. നോക്കാം. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത് സഹസ്രം സമാ നിർഭിന്ദൻ അകൃതാ ചതുർദശ ജഗദ് രൂപം വിരാടാഹ്വയം സാഹസ്രൈ കരപാദമൂർധനിവഹൈർ നിശേഷജീവാത്മകോ നിർബാധോസി മരുത്പുരാധിപ സ മാം ത്രായസ്വ സർവാമയാത്. അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അണ്ഡം തത് ഖലു, ആ അണ്ഡമാവട്ടെ, മുൻ പറഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള ആ ഹിരൺമയമായിട്ടുള്ള ബ്രഹ്മാണ്ഡം അതാകട്ടെ, പൂർവസൃഷ്ട സലിലെ, എവിടെയാണ് അത് കിടന്നത്? ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ള കാരണജലത്തിലാണ്. എത്ര കാലം കിടന്നു? തിഷ്ടത് സഹസ്രം സമാ, 1000 ദിവ്യ സംവത്സരങ്ങളാണ് സ്ഥിതി ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രഹ്മാവിൻ്റെ ആയുസ്സും അതുപോലെ തന്നെ ഓരോ ദിവ്യവർഷങ്ങളുടെ സമയവും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ 100 സംവത്സരമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് തന്നെ പറഞ്ഞു, ദിവ്യമായിട്ടുള്ള സംവത്സരങ്ങൾ. അങ്ങനെയുള്ള 1000 സംവത്സരം, അത്രയും കാലം, ആയിരക്കണക്കിന് ദിവ്യ സംവത്സരങ്ങൾ ആ അണ്ഡം അങ്ങനെ കാരണജലത്തിൽ സ്ഥിതി ചെയ്തു. അതിനുശേഷം നിർഭിന്ദൻ, അത് അങ്ങോട്ട് നിശേഷം വിഭജിക്കപ്പെട്ടു. എത്രയായിട്ടാ? 14 ലോകങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. അതിന് അകൃത വിരാടാഹ്വയം, ആഹ്വയം എന്ന് പറഞ്ഞ പേര്, അതിന് വിരാട് എന്ന പേരുള്ളതായി തീർന്നു. അതാണ് ആദ്യത്തെ 4 വരി. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലെ, ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആ വെള്ളത്തിൽ മുൻ പറഞ്ഞ ആ ബ്രഹ്മാണ്ഡം തിഷ്ടത് സഹസ്രം സമ, 1000 ആയിരക്കണക്കിന് ദിവ്യ സംവത്സരങ്ങൾ അങ്ങനെ കിടന്നു. പിന്നെ നിർഭിന്ദൻ അകൃത ചതുർദശ ജഗത്, അങ്ങനെ അത് വിഭജിച്ച് 14 ലോകങ്ങളായി തീർന്നു. രൂപം വിരാടാഹ്വയം, അതിനെയാണ് വിരാട് രൂപം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു സാഹസ്രൈ കരപാദ മൂർധനിവഹൈ, 1000 കണക്കിന്, ആയിരക്കണക്കിന്, അതാണ് സാഹസ്രൈ, ആയിരക്കണക്കിന് കരങ്ങളും പാദങ്ങളും മൂർധാവുകളും ഒക്കെ അതിനുണ്ടായി. കൈകാലുകളും ശിരസ്സുകളും ഒക്കെ ആയിരക്കണക്കിന്, നമുക്ക് ആലോചിച്ചാൽ പോലും പിടികിട്ടില്ല അങ്ങനത്തെ ഒരു രൂപം. നിർബാധ അസി, വളരെ നന്നായിട്ട് പ്രഭയോട് കൂടിയിട്ട് അങ്ങനെ പ്രകാശിച്ചു. അങ്ങനെയാണ് ആ 14 ലോകങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. സാഹസ്രൈ കരപാദമൂർധനിവഹൈർ നിശേഷജീവാത്മകോ, അതിൽ
സകല ജീവാത്മാക്കളുടെയും സൂക്ഷ്മരൂപം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നിർഭാതിതോസി ശോഭിക്കുന്നതായ, ഏറ്റവും പരിശോഭിക്കുന്നതായ മരുത്പുരാധിപ സ മാം, അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ മരുത്പുരമായിട്ടുള്ള വായുപുരമായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ, ത്രായസ്വ സർവാമയാത്, സർവ രോഗ വ്യാധി ക്ലേശങ്ങളിൽ നിന്നൊക്കെ ത്രായസ്വ, എന്നെ രക്ഷിക്കണേ, കാത്ത് രക്ഷിച്ചു കൊള്ളണേ എന്നാണ്. ഓരോ മഹാപ്രളയം കഴിയുമ്പോഴും സകലതും ഇല്ലാതാക്കും, ഭഗവാനിൽ ലയിക്കും, നശിക്കുകയല്ല എന്ന് പ്രത്യേകം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും നശിച്ചു പോവല്ല, ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു പോകും. ഭഗവാനിൽ എല്ലാം സൂക്ഷ്മരൂപത്തിൽ എല്ലാത്തിൻ്റെയും ബീജങ്ങളായിട്ട് ലയിച്ചു കിടക്കും. സർവവാസനകളോടും കൂടിയ സൂക്ഷ്മ ശരീരങ്ങളും ഭഗവാനിൽ ലയിക്കും. പിന്നീട് എപ്പോഴാണോ സൃഷ്ടി വരുന്നത്, അതാത് ജീവനെ യോജിച്ച ശരീരത്തിനെ പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ വെറും ഒരു കാരണജലം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ജലം. അതിനെയാണ് കാരണജലം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ അണ്ഡം, ബ്രഹ്മാണ്ഡം കിടക്കുന്നത്. അത് എത്ര കാലമാണ്? 1000 ദിവ്യ സംവത്സരാണ്, സഹസ്രവത്സരം എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഉണ്ടാവുക? ആ അണ്ഡം 14 ലോകമായിട്ട് വിഭജിക്കപ്പെട്ടു. ഏതാ 14 ലോകം? ഭൂമിക്ക് മുകളിലുള്ള 6 ലോകം, ഭൂമിക്ക് താഴെയുള്ള 7 ലോകം. ആ 14 ലോകത്തിലും ഭഗവാൻ വ്യാപിച്ചു, സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ. അതിനെ വിരാട് എന്നാണ് പേര്. അതുകൊണ്ട് തന്നെ വിരാട് സ്വരൂപം എന്നാണ് ആ ഭഗവത് രൂപത്തിന് പറയുക. അതിന് ഒരു രൂപം എന്ന് പറഞ്ഞാൽ 1000 കണക്കിന് കരങ്ങളും പാദങ്ങളും മൂർധാവുകളും ഒക്കെ ഉണ്ടായിരുന്നു. സകല ജീവാത്മാക്കളുമായിട്ട് ഭഗവാൻ അങ്ങനെ പ്രകാശമൂർത്തിയായിട്ട് ശോഭിച്ചു. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, എന്നെ സകല രോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ. മരുത്പുരാധീശ എന്ന സംബോധന കേൾക്കുമ്പോഴൊക്കെ വായു പഞ്ചപ്രാണനുകൾ നയിക്കുന്ന എൻ്റെ ശരീരത്തിലും അണുമാത്രമായിട്ട് സദാ സ്ഥിതി ചെയ്യുന്ന, കാണാനും കേൾക്കാനും ശ്വസിക്കാനും വിവിധ വ്യവസ്ഥകളൊക്കെ വേണ്ടതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ആ ചേതന ഭഗവത് ചൈതന്യം എന്ന് അറിയണം. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ ദശകം ഇവിടെ അവസാനിക്കുന്നത്. 5ാമത്തെ ദശകം ഒന്നുകൂടി ചുരുക്കി ഓടിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് പ്രളയ സമയത്ത് സൃഷ്ടിക്ക് സമയമായി എന്ന് ഭഗവാൻ നിശ്ചയിച്ചപ്പോൾ മായയിലെ 3 ഗുണങ്ങളും ഇങ്ങനെ ഒരേപോലെ സമമായിട്ട് കിടന്നിരുന്ന സമയത്ത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യോഗനിദ്രയിലായിരുന്നു ഭഗവാൻ. പിന്നെ ആ സമയം വന്നപ്പോൾ ഭഗവാൻ മായയെ ഒന്ന് നോക്കി ത്രിഗുണങ്ങൾ ഭേദം പ്രകടിപ്പിച്ചു, ക്ഷോഭിച്ചു എന്ന് പറയും. മായ ഇളകി. അങ്ങനെ കാലത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സഹായത്തോടുകൂടി മായയ്ക്ക് ത്രിഗുണങ്ങളുണ്ടായി. അവിടെ നിന്നും ആദ്യം മഹത്തത്വം ഉണ്ടായി. അത് അഹംബോധവും അഹങ്കാരതത്വവും ആയിട്ട് പിരിഞ്ഞു. അഹങ്കാരതത്വത്തിൽ നിന്ന് സാത്വിക, രാജസ, താമസ അഹങ്കാരങ്ങൾ ഉണ്ടായി. സാത്വിക അഹങ്കാരത്തിൽ നിന്നും 10 ഇന്ദ്രിയ തത്വങ്ങളും അന്തര്യാമിയുടെയും നിയന്താക്കളായിട്ടുള്ള 14 ദേവന്മാരുണ്ടായി. പിന്നെ രാജസാഹങ്കാരത്തിൽ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അങ്ങനെ 10 ഇന്ദ്രിയങ്ങളുണ്ടായി. താമസാഹങ്കാരത്തിൽ നിന്നും ശബ്ദസ്പർശ രൂപരസ ഗന്ധ തന്മാത്രകളുണ്ടായി. അതിനനുസരിച്ച് 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളുണ്ടായി. പക്ഷേ അവയ്ക്കൊന്നും കർമ്മം ചെയ്യാൻ ശക്തി ഉണ്ടായില്ല. അതുകൊണ്ട് ആ ചൈതന്യമായിട്ട്, ശക്തിയായിട്ട് അവയിലേക്കൊക്കെ ഭഗവാൻ പ്രവേശിച്ചു. അങ്ങനെ എല്ലാം കൂടിയിട്ട് സ്വർണ്ണ നിറമുള്ള ഒരു അണ്ഡം ഉണ്ടായി. അതിനെയാണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. അത് 1000 ദിവ്യ സംവത്സരം കാരണജലത്തിൽ കിടന്നു. പിന്നെ 14 ലോകമായി വികസിച്ചു. അതിൽ ഭഗവാൻ പ്രവേശിച്ചു.
അതിനെയാണ് ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറയുന്നത്. അങ്ങനെ വിരാട് പുരുഷോൽപത്തി എന്ന് പേരിട്ട ഈ 5-ാമത്തെ ദശകം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ദശകം നമുക്ക് നാളെ തുടങ്ങാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.